إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لتبلغن في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور اتقوا الله عباد الله ഊസിക്കും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രാവർത്തികമാക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിലും ഇസ്ലാമിനപ്പുറമായി രൂപപ്പെടുന്ന മനുഷ്യ മനസ്സിന്റെ രണ്ട് അവസ്ഥകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരുന്നുണ്ട്. ഒന്ന്, വിശാലമായ മനസ്സ്. രണ്ട്, കുടുസായ ഇടുങ്ങിയ മനസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചു തരുന്നത് സൂറത്തു അൻആമിലാണ്. അതിന്റെ 125-ാമത്തെ ആയത്താണ്. ഫമൻ യുരിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലേക്ക് നയിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കുന്നതാണ്, നയിക്കുന്നതാണ്. വമൻ യുരിദ് അയ്യുദില്ലഹു, ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജ, അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ്. അല്ലാഹു വെറുതെ പിഴപ്പിക്കാൻ, വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നതെല്ലാം. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിഷ്ടം കാണിക്കുന്ന ആളുകൾ, തോന്നിവാസികളായ ആളുകൾ, ഫാസിഖീങ്ങളായ ആളുകളെയാണ് പിഴപ്പിക്കുക എന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇടുങ്ങിയ മനസ്സ് നൽകുന്നതാണ്, അവർക്ക് ഞെരുങ്ങിയ മനസ്സ് നൽകുന്നതാണ് എന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മനസ്സിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞത് കഅന്നമാ യസ്അദു ഫിസ്സമാ, അവർ ആകാശങ്ങളിലേക്ക് കയറി പോകുമ്പോൾ അവരുടെ മനസ്സുകൾക്ക് ഫീൽ ചെയ്യുന്ന അനുഭവിക്കുന്ന ഒരു കുടുസത അവരുടെ ജീവിതത്തിൽ മുഴുവനായി അവർ അനുഭവിക്കും. ഉയരത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് അനുഭവിക്കുന്ന ഒരു കുടുസതയുണ്ട്, ഒരു അനുഭവമുണ്ട്. ഇത് ജീവിതത്തിൽ മുഴുവനായി അവർ അനുഭവിക്കുന്നതാണ്. തന്നിഷ്ടം കാണിച്ചു എന്ന കാരണത്താൽ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷ ഏർപ്പെടുത്തുക. അലല്ലദീന ലാ യുഅ്മിനൂൻ, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷ അങ്ങനെയാണ് ഉണ്ടാവുക. അവർ പ്രകടമായ രൂപത്തിൽ ഐശ്വര്യമുള്ള ആളുകളായി ജീവിക്കുന്നവരാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് തോന്നുമെങ്കിലും അവരുടെ മനസ്സ് വളരെ ഇടുങ്ങിയതായിരിക്കും, അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മാനവരാശിയുടെ മുന്നിൽ തുറന്നിട്ട ഒരു മാർഗമുണ്ട്. അതിന് വിപരീതമായി ഐഹികതയുടെ അഴുക്കുചാലുകളിൽ അഭിരമിക്കുന്നവർ രൂപപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു മാർഗവുമുണ്ട്. ഇത് രണ്ടും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. യുരീദു അയ്യതൂബ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാത്ത്, എന്നാൽ തന്നിഷ്ടങ്ങളെ പിന്തുടരുന്ന ആളുകൾ, തോന്നിവാസികളായി ജീവിക്കുന്നവർ, എനിക്ക് തോന്നിയത് എന്റെ ലൈഫ് എന്റെ ചോയ്സ് ആണ്, ഞാനാണ് എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എന്റെ വസ്ത്രം തീരുമാനിക്കുന്നത്, ഞാൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഞാൻ ആരോടൊക്കെ ഇടപഴകണം എന്ന് തീരുമാനിക്കുന്നത്, സമൂഹത്തോട് എങ്ങനെ ഇടപഴകണമെന്ന് തീരുമാനിക്കുന്നത്, എല്ലാം എന്റെ ഇഷ്ടമനുസരിച്ചാണ്, എന്റെ ആഗ്രഹം അനുസരിച്ചാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നിഷ്ടങ്ങളെ പിന്തുടരുന്നവർ അവർ ഉദ്ദേശിക്കുന്നത് നേരായ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനാണ്, വഴിതെറ്റിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭാരം കുറച്ചു തരണമെന്നാണ്. കാരണം മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വളരെ നിസാരമായിട്ടാണ്, ദുർബലമായിട്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഭൗതികപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത് മരണം വരെയുള്ള ഈ നൈമിഷികമായിട്ടുള്ള വളരെ കുറച്ച് സമയത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കാൻ സാധിക്കുന്നത്. അതിന്റെ അപ്പുറമുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഒന്നും കേൾക്കാനോ കാണാനോ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് പ്രവാചകന്മാർ വിശദീകരിച്ച സമയത്ത് കണ്ണും കാതും മനസ്സും അതേപോലെ ഖൽബും അടഞ്ഞുപോയ ആളുകളുടെ പ്രതികരണത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് വഖാലു, അവർ പറഞ്ഞ കാര്യം മാഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ജീവിതമെന്താ എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതം മാത്രമാണ് ജീവിതം, മറ്റൊരു ജീവിതമില്ല. നമൂതു വനഹ്യ, നമ്മൾ ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ, നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാണ്. വമാ ലഹും ബിദാലിക മിൻ അൽം, അല്ലാഹു തആല പറയാണ് ആ വിഷയത്തിൽ അവർക്ക് ഒരു അറിവുമില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, ഈ ദുനിയാവ് മാത്രമാണ് എന്ന് പറയാൻ പ്രത്യേകിച്ച് അവർക്ക് തെളിവില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രം തന്നെ പറയുന്നത് ഈ പ്രപഞ്ചം അവസാനിക്കുമെന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ പുറത്ത് വലിയ പ്രപഞ്ചങ്ങളുണ്ട് എന്നാണ്. നമ്മൾ അറിയാത്ത, നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത വലിയ ലോകമുണ്ട് എന്ന് ശാസ്ത്രം പോലും ഇപ്പോൾ തെളിയിക്കുന്നവർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഇത്തരം ആളുകൾ, തോന്നിവാസികളായ ആളുകൾ, ഇത് മാത്രമാണ് ജീവിതം എന്ന് പറയുന്ന ആളുകൾ, ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ വെറുതെ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
ചില ആളുകൾ മനുഷ്യ പുരോഗതിയുടെ പരിണാമമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആധുനികതയല്ല, തികച്ചും അന്ധത മാത്രമാണ് ലിബറലിസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കും, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മറ്റൊരു ആളുടെയോ മറ്റൊരു വ്യവസ്ഥതയുടെയോ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല എന്ന് പറയുന്നതാണ് ലിബറലിസം. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അഫലം യസീറു ഫിൽ അർദ്, ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ഫതകൂന ലഹും ഖുലൂബുൻ യഅഖലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ. അങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഹൃദയങ്ങളും കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാതുകളും ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ, അവരുടെ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഈ ലോകത്ത് തന്നെ, ഈ ദുനിയാവിൽ തന്നെ പരലോകമുണ്ട് എന്നുള്ളതിന് എമ്പാടും തെളിവുകൾ അവർ മനസ്സിലാക്കിയാൽ, അവർ ചിന്തിച്ചു മനസ്സിലാക്കിയാൽ അവർക്ക് കാണാൻ സാധിക്കും. ഉറുമ്പരിച്ചു വരുന്നത് പോലെ ലിബറലിസം നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സമുദായത്തിലേക്ക് മെല്ലെ മെല്ലെ അരിച്ചിറങ്ങുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഒരു റിസൾട്ടാണ് ഒരു ഉമ്മയോട് മകൻ പറയുന്ന കാര്യം. ഉമ്മ പറയാണ്, മോനെ, ഇതിനാണോ നിന്നെ പ്രയാസപ്പെടുത്തി വളർത്തിയത്? 10 മാസം വയറ്റിലിട്ട് പ്രയാസപ്പെട്ട് നിന്നെ വളർത്തിയത് ഇതിനാണോ? ലിബറലിസം തലക്ക് പിടിച്ച മകനോട് ഉമ്മ ചോദിച്ച ചോദ്യം, ഉമ്മയുടെ ചോദ്യത്തിന് അവൻ നൽകുന്ന മറുപടി, എന്താ അതിനു പ്രശ്നം എന്നാണ്. അതിനെന്താണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് എന്നാണ്. എന്താണ് ഞാൻ നിങ്ങളോട് തരേണ്ട ബാധ്യത എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ഒരു ബാധ്യതയുമില്ലാത്ത സമൂഹമാണ് വളർന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ മക്കളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പഴയ ജാഹിലിയ്യത്തിന്റെ പുതിയ മോഡലാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതുതലമുറ ഇരകളാക്കാനുള്ള പരിശ്രമത്തിലാണ്, പുതുതലമുറകളെ ഇരകളാക്കാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമത്തിലാണ്, അധ്വാനത്തിലാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വ്യാപിക്കുന്നത്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിരോധം കുട്ടികളിൽ വളർത്താൻ അവർ പരിശ്രമിക്കുന്നത്, സദാചാര വിരോധവും അതേപോലെ കുടുംബ വിരോധവും, ലിവിങ് ടുഗദറിനെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയും, ഏറ്റവും അവസാനം ഡാൻസ് കളിക്കുന്നതിലൂടെ സുംബ ഡാൻസ് കളിക്കുന്നതിലൂടെ ലഹരിയിൽ നിന്ന് അകറ്റാൻ സാധിക്കുമെന്ന വിരോധാഭാസം, അബദ്ധം കൊണ്ടുവരികയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലിബറലിസം ഒരു നന്മയും പ്രദാനം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ പരിണിത ഫലമായുണ്ടാകുന്ന വിപത്തുകൾ, അത് നമ്മുടെ കുടുംബങ്ങളിലും അത് നമ്മുടെ സമൂഹങ്ങളിലും സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ നമുക്ക് വിവരണാതീതമാണ്. അതിന്റെ ദുരന്തങ്ങൾ ക്യാമ്പസ് വരാന്തകളിൽ പ്രവഹിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിപ്രസരണം അതിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒഴിഞ്ഞ ക്ലാസ് മുറികളിൽ ലഹരി കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മുടെ ക്യാമ്പസുകളിലുള്ളത്. അതേപോലെ തന്നെ ഫെയർവെൽ പാർട്ടികളിൽ മദ്യം വിളമ്പാനുള്ള ആഗ്രഹവും മദ്യം വിളമ്പുന്ന അവസ്ഥയിലേക്കും നമ്മുടെ കുട്ടികൾ എത്തിയത് ഇതിന്റെ റിസൾട്ടാണ്. ലഹരിയിൽ തകരുന്ന ഇളം തലമുറ ഉണ്ടായത് ഇതിന്റെ റിസൾട്ടാണ്. മാതാപിതാക്കളെ കഴുത്തറക്കുന്ന മക്കളുണ്ടായത് ഇതിന്റെ റിസൾട്ടാണ്. പാതിരാത്രികളിൽ പുതിയ വൈബുകൾ തേടി പബ്ബുകളിലും ഹബ്ബുകളിലും ചുറ്റുന്ന പെൺമക്കൾ ഉണ്ടായത് ഇതിന്റെ റിസൾട്ടാണ്. അതേപോലെ വിവാഹത്തെ വെറുത്ത് ലിവിങ് ടുഗദർ പോലെയുള്ള വ്യഭിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചകൾ, വൈഫ് സ്വാപ്പിംഗ്,
ഭാര്യമാരെ പരസ്പരം പങ്കുവെക്കുന്നത് ഇതിന്റെ റിസൾട്ടാണ്. ജെൻഡർ കൺഫ്യൂഷൻ സൃഷ്ടിക്കല്, പെൺമയെ നിന്ദിക്കല്, ഇതെല്ലാം ഇങ്ങനെ തുടങ്ങി സമുദായത്തെ നശിപ്പിക്കുന്ന ധാരാളം പുഴുക്കുത്തുകൾ ഇതിന്റെ റിസൾട്ടായി നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ വൈൻ വാർ വുമൺ എന്ന ജാഹിലിയത്തിന്റെ മ്ലേച്ഛതകളെ മുഴുവൻ ലിബറലിസം മടക്കി വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തെ അത് തെര്യപ്പെടുത്തണം. നമ്മുടെ മക്കളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഇത് ഉണർത്താനാണ് നാം ഒരുമിച്ച് കൂടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ, അല്ലാഹുവിന് കീഴൊതുങ്ങിയിട്ടായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകന്റെ മാതൃക പ്രകാരം സഹോദരങ്ങളെ, ഒരു അവസരത്തിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചല്ലാതെ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും മുന്നോട്ട് പോകാൻ പാടില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെല്ലാം മരണപ്പെടുമ്പോഴും, പ്രവാചകന്മാർ മുഴുവനും മരണപ്പെടുമ്പോൾ പോലും അവർ അവരുടെ മക്കളോട് പറഞ്ഞ കാര്യം, യാ ബനിയ ഇന്നല്ലാഹ് ഇസ്തഫാ ലകുമുദ്ദീൻ, ഈ ദീൻ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു തന്നതാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരണപ്പെടരുത്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വസിയത്ത് സൂറത്തു ബഖറയിൽ നമ്മോട് പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ നാം ജീവിതത്തിൽ പകർത്താനും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കാനും മരണപ്പെടുമ്പോൾ പോലും വസിയത്തായി നന്മകൾ ഉപദേശിക്കാനും മുസ്ലിമായിട്ടല്ലാതെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന രൂപത്തിലല്ലാതെ നിങ്ങൾ മരണപ്പെടരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ആ രൂപത്തിൽ ഇസ്ലാമിക മര്യാദകൾ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നിറവേറ്റുന്ന മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കൂ എന്ന ലിബറൽ ചിന്ത യഥാർത്ഥത്തിൽ ഇഹപര ജീവിതം ദുരിതപൂർണമാക്കും. കാരണം എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നതല്ല നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നതല്ല എനിക്ക് നല്ലത്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് സ്വന്തം മാതാവിനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വാദിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരും പാടില്ല എന്ന് വാദിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരും ഉള്ളത്. അതുകൊണ്ട് വളരെ ദുരിതപൂർണമാവും സമൂഹത്തിൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണമുണ്ട് എന്നുള്ളത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതിനപ്പുറം ഒരു ജീവിതമുണ്ട്, അവിടെയാണ് വിജയപരാജയങ്ങളുടെ സ്ഥലം എന്നുള്ളത് മനസ്സിലാക്കുക. വിശ്വാസിയുടെ സ്വതന്ത്ര ലോകം അവിടെയാണ്, വിശ്വാസിയുടെ സ്വതന്ത്ര ലോകം ഇവിടെയല്ല. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് എന്നാണ്. തോന്നിയ പോലെ ജീവിക്കാൻ പറ്റൂല. തോന്നിയ പോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് തടവിലാക്കപ്പെട്ട് ജീവിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ
നീ വഴിയാത്രക്കാരനെ പോലെ വിദേശിയെ പോലെ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. എവിടെയെങ്കിലും ദീർഘദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശ്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും ഹോട്ടൽ എടുക്കും. അവിടെ നമ്മൾ ഒരിക്കലും മാസങ്ങളും വർഷങ്ങളും കഴിയാറില്ല, വിശ്രമിക്കാൻ മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് നല്ല ഹോട്ടൽ തിരഞ്ഞെടുക്കാം, 4 സ്റ്റാറും 5 സ്റ്റാറും ഒക്കെ തിരഞ്ഞെടുക്കാം. പക്ഷെ അവിടെ ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന രൂപത്തിൽ നമ്മൾ നിൽക്കില്ല. നേരെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നത് പരലോകത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമുക്ക് അനുഭവിക്കാം, സുഖസൗകര്യങ്ങൾ അനുഭവിക്കാം, ആസ്വദിക്കാം, സമ്പത്ത് നേടാം, പാർപ്പിടം ഉണ്ടാക്കാം, നല്ല വാഹനങ്ങൾ നേടാം, നല്ല വസ്ത്രങ്ങൾ ധരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇതൊക്കെ നേടുന്ന സമയത്ത്, ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ലക്ഷ്യം മറന്നു പോകരുത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുക പൂർണ്ണമായി. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാകുന്നു വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്ന ചരക്കു മാത്രമാണ്. അതുകൊണ്ട് ലതുബ്ലഉന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ്, നമ്മളെല്ലാം മുത്തഖിയായി ജീവിക്കണം, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം, ഇങ്ങനെ ജീവിക്കാവൂ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ, വേദക്കാരിൽ നിന്നും ബൗദ്ധൈവാരാധകരിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ഉപദ്രവകരമായ വാക്കുകൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ ഭീകരവാദികളാണെന്ന് പറയും, അവർ തീവ്രവാദികളാണെന്ന് പറയും. അല്ലെ, എന്തിനാണ് ഇങ്ങനെ ഒരു വാദം, എന്തിനാണ് ഇത്ര കുടുസത എന്നവർ പറയും. ആര് പറയും? മറ്റുള്ള ആളുകൾ എല്ലാവരും നിങ്ങളെ പറ്റി പറയും. വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഉറച്ച മനസ്സോടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ വിജയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അത്തരത്തിൽ വിജയിക്കുന്ന അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഏത് സമയവും ഏതവസ്ഥയിലും ഞാൻ എൻ്റെ റബ്ബിന്റെ കൽപ്പന മാത്രമേ അനുസരിക്കൂ, അവന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ തീരുമാനമെടുക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ മക്കൾക്ക് മാതൃകയായി തീരണം. വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിലും നമസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ മക്കളുടെ വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ പെൺമക്കളുടെ, നമ്മുടെ ഭാര്യമാരുടെ വസ്ത്രത്തിന്റെ കാര്യം എന്താണ്? അവർ കൃത്യമായി ഔറത്ത് മറച്ചിട്ടാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവർ നമസ്കരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ മക്കൾ നമസ്കാരം നിലനിർത്തുന്നവരാണോ ചിന്തിച്ചു നോക്ക്. ഇല്ല എങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാ ആളുകൾക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أجرنا من النار.
اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.